കോർ കമ്മിറ്റി പട്ടിക വീണ്ടും തിരുത്തി ബി.ജെ.പി. മുതിർന്ന നേതാവ് സി.കെ. പത്മനാഭനെ ഉൾപ്പെടുത്തി 22 പേരടങ്ങുന്ന പട്ടിക പുനഃപ്രസിദ്ധീകരിച്ചു. പാർട്ടി വിടുമെന്ന് കടുത്ത നിലപാട് രാജീവ് ചന്ദ്രശേഖരനെ അറിയിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. ക്രൈസ്തവ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഉപാധ്യക്ഷൻ കെ.എസ്. രാധാകൃഷ്ണൻ കോർ കമ്മിറ്റിയിൽ നിന്നും വക്താക്കളുടെ പട്ടികയിൽ നിന്നും പുറത്തായി. ഭാരവാഹി നിർണയത്തിൽ വി മുരളീധരൻ കെ സുരേന്ദ്ര പക്ഷത്തെ വെട്ടിനിരത്തിയതിനെതിരെ കടുത്ത വിമർശനമാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്നത്. പരാതികൾ ഒഴിവാക്കുന്നതിന് കണ്ടെത്തിയ ഫോർമുലയും പാളി. ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാന ബി.ജെ.പിക്ക് 22 പേരടങ്ങുന്ന ജംബോ കോർ കമ്മിറ്റി. സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നീ കേന്ദ്രമന്ത്രിമാർ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രാജ്യസഭാ എം.പി. സി സദാനന്ദൻ, ദേശീയ ഭാരവാഹികളായ എ.പി. അബ്ദുള്ളക്കുട്ടി, അനിൽ ആന്റണി എന്നിവരെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ജനറൽ സെക്രട്ടറിമാരായ ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ്, എസ് സുരേഷ്, അനൂപ് ആന്റണി എന്നിവരെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ഒപ്പം 7 ഉപാധ്യക്ഷന്മാരും കോർ കമ്മിറ്റിയിലുണ്ട്. സുരേന്ദ്രൻ, മുരളീധര പക്ഷത്തെ സി കൃഷ്ണകുമാറും പി സുധീറും ഉൾപ്പെടുന്നു. കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ പാർട്ടി വിടുമെന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ സി.കെ. പത്മനാഭന്റെ മുന്നറിയിപ്പിന് പിന്നാലെ സി.കെ. പത്മനാഭനെ ഉൾപ്പെടുത്തി പുതിയ കോർ കമ്മിറ്റി പട്ടിക ബി.ജെ.പി. പുറത്തിറക്കി. എന്നാൽ ഗോവ ഗവർണർ ചുമതലയൊഴിഞ്ഞ് സംസ്ഥാനത്ത് തിരിച്ചെത്തിയ മുൻ പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ള ബി.ജെ.പിയുടെ ഭാഗമേ അല്ല. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ എതിർത്ത നിലപാടെടുത്ത കെ.എസ്. രാധാകൃഷ്ണൻ പട്ടികയിൽ നിന്ന് പുറത്തായി. രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ നിലപാടാണ് ഇതിന് പിന്നിലെന്നാണ് വിമർശനം. മുൻകാല രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട്. ഇതിനെതിരെ ആർ.എസ്.എസും ബി.ജെ.പിയിലെ മുതിർന്ന നേതാക്കളും കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിനിടയിലാണ് കോർ കമ്മിറ്റി പട്ടികയിലെയും വിവാദങ്ങൾ. മീഡിയ 1 തിരുവനന്തപുരം.